അപ്പൊ ചേട്ടാ നമസ്കാരം. അപ്പൊ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു നിമിഷം അടുത്തെത്തിയാണ്. അപ്പം ഇന്ന് ഹൽദി ഭയങ്കര ഒരു ഉത്സവമായിട്ട് ആഘോഷിച്ചു. അപ്പം എന്താണ് ഈ ഒരു നിമിഷത്തിന് എങ്ങനെയാണ് ഓർക്കുന്നത്? എന്റെ ആദ്യത്തെ ഹൽദി, നിങ്ങളുടെ ആദ്യത്തെ ഹൽദി ഭയങ്കര സന്തോഷം. അപ്പൊ എങ്ങനെയാണ് ഒരു ഇത്രയും കാലം പ്രണയിച്ച് നടന്നതിന്റെ ഒരു അവസാനവും തുടക്കവും? അതായത് പ്രണയത്തിന്റെ അവസാനമല്ല, തുടക്കം തന്നെ ഭയങ്കര നമുക്ക് കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത് എൻ്റെ ഫാമിലി കാസർഗോഡ്, എൻ്റെ ഫാമിലി ട്രിവാൻഡ്രത്ത് നിന്ന് വരിക. അപ്പോൾ അത് മറ്റേ ഇത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അല്ലേ? അടിപൊളിയായിട്ട്. തിരുവനന്തപുരം കാസർഗോഡ് ഭയങ്കര ദൂരമാണ്. അപ്പൊ നിങ്ങളുടെ സ്വഭാവം ഇതൊക്കെ സ്വഭാവം കുഴപ്പമില്ല അല്ലേ? എന്തൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വേണ്ടോ? അല്ല, നിങ്ങൾ ശരിക്കും മാതൃകയല്ലേ? രണ്ടറ്റത്തുള്ള ആൾക്കാർ തമ്മിൽ ഒന്നിക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നുണ്ട്. വന്ദേ ഭാരതൊക്കെ അല്ലേ പെട്ടെന്ന് പോയി വരാനൊക്കെ. ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്. ഈ സേവ് ദി ഡേറ്റ് വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായല്ലോ. വൈറലായതല്ല, ഞാൻ എയറിലായിരുന്നു. അത് അറിഞ്ഞായിരുന്നോ? ഞാൻ സംഭവം എന്താണെന്നറിയോ? അത് നമ്മളിങ്ങനെ ചെയ്തോട്ടെ വാട്ടർ ബെഡിൽ എന്നും പറഞ്ഞ് നമ്മളെടുത്ത് വന്നു കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഓക്കെ ബാംഗ്ലൂർ. അപ്പം നമ്മൾ ഈ മലമ്പുഴ ഡാമിൽ ഭയങ്കര വ്യൂ ആണ്. അപ്പം അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഏർലി മോർണിംഗ് മറ്റേ ആ സൺലൈറ്റിനാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ പോയി. സത്യം പറഞ്ഞു ഞാൻ ഡ്രസ്സ് ട്രെയിൻ നോക്കിയില്ല. ഞാൻ അമ്മ ഷോയിലായിരുന്നു. നമ്മുടെ അങ്കമാലിയിൽ 20-ാം തീയതി ഷോ ആയിരുന്നല്ലോ. ഷോയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടാണ് പാലക്കാട് പോകുന്നത്. അപ്പോൾ ഡ്രസ്സിൻ്റെ ഇതൊന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടില്ല. പിന്നെ എന്നെ ആൾക്കാർക്ക് അങ്ങനെ കാണാനുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും, എന്നെ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാവരും ഇട്ട പ്രശ്നമാകുമെന്നൊക്കെ. എന്താണെന്നറിയോ, മഴ പെയ്തു പോയി. ഇനിയൊരു സേവ് ദ ഡേറ്റ് ഇല്ലല്ലോ. അതൊന്നും അതിലൊന്നും മോശമായിട്ട് തോന്നിയില്ല. നമ്മള് വീട്ടുകാർക്കും ആർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഫ്രണ്ട്സിന് ആർക്കും. പിന്നെ കമന്റ് ഒക്കെ അതാണ് പാളി. പിന്നെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും, നമ്മൾ ആൾക്കാരങ്ങനെ കാണുന്നില്ല. നിന്നോടുള്ള ഇഷ്ടം കാരണം ഇവളൊരു കുഞ്ഞായിട്ട് കണ്ടിട്ടുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നില്ല. ചീത്തവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞായിട്ട് കണ്ടിട്ട് സ്റ്റാർ മാജിക്കിലും ബാക്കിയുള്ള കുഞ്ഞായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇവള് മറ്റേ എന്താ പറയാ ഹാഫ് സ്ലീവ് അത്രേ ഉള്ളൂ. അതില് ഹോട്ടൊന്നും ഇല്ല, അതില് ഹാഫ് സ്ലീവ്. സ്ലീവ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ലീവ്ലെസ് ആണ്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് വീട്ടിലെ കുഞ്ഞിനെ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാവും. പിന്നെ എനിക്ക് വേണമായിരുന്നോ എന്ന് എനിക്കും തോന്നിപ്പോയി. കാരണം ഇത്ര ആൾക്കാർ പേഴ്സണൽ ആയിട്ടൊക്കെ ഒരുപാട് വരുന്നു, ന്യൂസ് ഒക്കെ ഒരുപാട് വന്നു. പിന്നെ അങ്ങനെ അങ്ങ് ലൈക്ക് വീഡിയോ റീച്ച് ആയി. പക്ഷെ അതല്ലല്ലോ, നമ്മൾ ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അങ്ങനെയൊന്നും എന്റെ അറിവിൽ ഈ അടുത്തൊന്നും അത്രയും നല്ലൊരു സേവ് ദ ഡേറ്റ് നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും ആദ്യം കണ്ടുമുട്ടിയത് മാരീഡിൽ വെച്ചാന്ന് പറഞ്ഞു. ആരായിരുന്നു പ്രണയം തുറന്നു പറഞ്ഞത്? അതെന്തുകൊണ്ടായിരുന്നു പ്രണയം തോന്നിയിട്ട്? ഒരാളോട് പ്രണയം തോന്നുമ്പോൾ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊന്നും ഇല്ലടോ, അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് സെറ്റിൽ ആവാൻ നോക്കുമായിരുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയുള്ള സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ എൻ്റെ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു പെൺകുട്ടീനെ കണ്ടു. ഞങ്ങൾ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തു. അപ്പോഴാണ് അറിയുന്ന പുള്ളിക്കാരി സിംഗിളാണെന്ന്. പിന്നെ പ്രപ്പോസ് ചെയ്യുന്നു അല്ലേ? കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടാണ് എനിക്കൊരു വയ്യ കല്യാണം ഇവിടെ വരെ എത്തി. ഇനിയിപ്പോ 2 ദിവസം കൂടി ഉള്ളൂ കല്യാണത്തിന്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതുവരെ നടന്നത്? എൻ്റെ മറ്റേ സെക്കൻഡ് സാരി വരെ എത്തണേ ഉള്ളൂ. ശബരിചേട്ടന സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പം എത്തണേ ഉള്ളൂ. കുറേ ടെൻഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവന്റ് ടീം നന്നായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടോ നമ്മുടെ ക്യാമറ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടും കൂടെ ഇല്ല. എന്താണ് അവർ ചെയ്യുന്നത്? സത്യം. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ കോസ്റ്റ്യൂം 2 ചെയ്തേക്കുന്ന ഡിന്നർ അത് ഇന്നലെ രാത്രി എത്തിയത്. എല്ലാവരും നമ്മൾ നേരിട്ട് കണ്ടു പോലും ചെയ്യാണ്ട് അവർ ഡിസൈൻ ചെയ്തിട്ട് അയച്ചതാണ്. നാളെ സെറ്റ് ചെയ്യണ്ട. എങ്ങനെ കല്യാണത്തിന് ആൾക്കാരൊക്കെ ക്ഷണിച്ച ആൾക്കാരൊക്കെ വരുന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ? പിന്നെ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടറിയാലോ. ഈ ഹൽദി പ്രോഗ്രാം ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു കായൽ തീരത്താണ് നടത്തിയത്. അത് നിങ്ങളുടെ സ്വപ്നമായിരുന്നു? അതാകുമ്പോഴേ എന്തെങ്കിലും ആക്കി ഞാൻ പാടാറുണ്ട്. അതുകൊണ്ട് കായൽ നോക്കി കണ്ടുപിടിച്ച ലാലേട്ടനായിരുന്നല്ലോ ആദ്യം ഇൻവൈറ്റ് ചെയ്തത്. അല്ലല്ല ലാലേട്ടന് വരുമോ? സുരേഷേട്ടൻ വരുമോ?
സുരേഷ് സാർ വരുന്നാണ് അറിയിച്ചത്. എന്റെ അറിവിൽ സുരേഷ് സാർ എന്തായാലും വരും. ഞങ്ങൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് അങ്ങനെ സത്യം അപ്പോൾ സാർ എന്തായാലും വരേണ്ടതാണ്. സാറുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. സാറുണ്ടാവും. ബാക്കി എല്ലാവരുടെയും നമുക്കും എല്ലാ കല്യാണങ്ങൾക്കും പോകാൻ പറ്റാറില്ല. വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഇല്ലെങ്കിൽ കല്യാണം നടത്തിയേ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും വരും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലേ. സാർ എന്തായാലും വരും. എനിക്ക് എന്തായാലും വരും. കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡ് ആവണം. നിങ്ങളൊക്കെ എങ്ങനെയാ? ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ എന്താണ്? അതിലേട്ടെ നമ്മള് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വർക്ക് ഒരു ചെറിയൊരു കല്യാണം എന്ന് പറഞ്ഞ് ബാക്കി വീണ്ടും ജോലി തുടങ്ങണം. ഒരു പടം ഇങ്ങനെ ഉടനെ നമ്മള് ചില പരിപാടികളൊക്കെ ഉണ്ട്. നീയാ പറയുന്നത്, ഞാനല്ല. അതെ, ഈ സ്ഥലം തേടി കണ്ടുപിടിച്ച ഹണിമൂണിനുള്ള സ്ഥലമൊക്കെ തേടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ? തേടാനൊന്നും കിട്ടിയില്ല. ഭയങ്കര എളുപ്പം. സിംഗപ്പൂർ, അത് കഴിഞ്ഞ് മാൽഡീവ്സ്. പറയണ്ടല്ലേ, ഞങ്ങളവിടെ എത്തില്ല. മലേഷ്യ, മാൽഡീവ്സ്, ദുബായ് വളരെ സിമ്പിൾ. പിന്നെ ഞങ്ങൾ എന്തായാലും യു കെയിൽ പോകും. ഞങ്ങളുടെ എവിടെ പോയി സ്വന്തമായിട്ട് വീടും കാറും ഒക്കെ ഉള്ള കുറച്ച് പേരുണ്ട്. ചേട്ടന് ശ്രീവിദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കല്യാണത്തിന് ചോദിച്ചാൽ പോരാ നമുക്കൊന്നും. ഈ അന്നെന്ത് ചേച്ചിയുടെ കോസ്റ്റ്യൂം എടുത്ത ശ്രീവിദ്യയിൽ ചോദ്യം ഉണ്ടല്ലേ, കോസ്റ്റ്യൂം എവിടെ നിന്നാണ്? ശ്രീവിദ്യയിൽ കണ്ട ഒരു നല്ലൊരു കാര്യം എല്ലാം നല്ല. അങ്ങനെ ഇതൊരു മോശമായിട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാം നല്ല. ബോഡി. അപ്പൊ ഓക്കെ, എല്ലാവിധ മംഗളാശംസകളും. താങ്ക് യു ചേട്ടാ. ഓക്കെ, എല്ലാരും കഴിച്ചിട്ട് പോകണം കേട്ടോ. കഴിച്ചിട്ടേ പോകണം. ഫോട്ടോ വെച്ച് ഫുഡൊക്കെ നമ്മൾ കുമ്പളങ്ങി എത്തിയാൽ പിന്നെ എന്തായാലും ഫോട്ടോ വെച്ച് പിടിക്കില്ല. അപ്പോൾ ഫോട്ടോ വെച്ച് ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. 2 ദിവസം കൂടെ ഞാൻ ബാച്ചലർ ആയിട്ടിരിക്കുന്നു. ബാച്ചലർ പാർട്ടി ഒക്കെ ഉണ്ടാവോ? അയ്യോ ഓക്കെ, താങ്ക് യു. മൈക്ക് ഒന്ന് ഒരുമിച്ച് നിൽക്കാം. ഒരു കാര്യം ചോദിച്ചില്ല, കാലിന് എന്ത് പറ്റിയായിരുന്നു? സംഗീതത്തിന്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തത്. കാലൊന്ന് സംഗീതത്തിന്റെ ഡാൻസ് പ്രാക്ടീസ് കല്യാണത്തിന് കുഴപ്പമുണ്ടോ? ഉണ്ടാവോ? നടക്കാൻ കുഴപ്പമുണ്ടോ? ഡാൻസ് ഇപ്പൊ പക്ഷേ ഇതാ പെയിൻ കില്ലറിലാണ് നിൽക്കുന്നത്. അതിന്റെ ക്ഷീണമാണ് ഈ കാണുന്ന മൊത്തം. ഓക്കെ, നല്ല ക്യൂട്ടായിരുന്നു ഡ്രസ്സിലായാലും. നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. നന്ദി. അത് വേണം രാജേട്ടാ. പക്ഷെ നല്ല മാച്ച് ഉണ്ട്. ഇതല്ലേ ഈ സെയിം കോസ്റ്റ്യൂം ഡിസൈനറാണ് മറ്റേ വെള്ളത്തിലെ ചതിച്ചതാ, അവള് ചതിച്ചതാ. ഈ കോസ്റ്റ്യൂം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേരളം കത്തിക്കുമെന്ന്. ഞാൻ വിചാരിച്ചില്ല. കത്തിച്ചില്ല, എന്റെ ഇൻബോക്സ് കത്തിച്ചു. പിന്നെ ഞാൻ ഓഫ് ചെയ്തിട്ട് 2024 അതൊന്നും ഡോണ്ട് വറി. അത് നിങ്ങൾക്ക് തോന്നണതാ. എന്റെ മെസ്സേജ് ഒരു ദിവസം കാണിച്ചതാ കമന്റ് ബോക്സ്. ശരിയാ, ഞങ്ങളുടെ അമ്മാവനാണ്, കുഴപ്പമില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്.